അയ്യോ വണക്കം. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, അമ്പും വില്ലും, ഉലകര മൂട്, ഒടുവിൽ പവനായി ശവമായി എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ബിഗ് ടി വിയുടെ കാര്യം എന്ന് പറയുന്നത്. ബിഗ് ടി വിയെക്കുറിച്ച് 2-3 വാർത്ത ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മലയാളത്തിലെ രാജമൗലിയും പോരാ, അതിന് മേലെ ജെയിംസ് കാമറൂണൊക്കെ കൊടുക്കണം നമുക്ക്. അതായത് അനിൽ എയ്യൂർ സാർ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നതിൽ എനിക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് പറഞ്ഞിരുന്നത് കാരണം ഈ മലയാള മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, ഇവരുടെയൊക്കെ രാഷ്ട്രീയവും നിലപാടുകളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാളത്തിൽ ആരൊക്കെയാണ് ഏതൊക്കെ രാഷ്ട്രീയമുള്ളത്, അവരേതൊക്കെ നിലപാടെടുക്കും, ഇവർ ഏതുവരെ പോവും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഉദാഹരണത്തിന് ഇപ്പോൾ മീഡിയ ഫണ്ട് എന്ന് പറയുന്ന ചാനലിലിരിക്കുന്ന മാധ്യമ കേട്ടുവാണാലുകൾ ഇവർ ഏത് നിലപാടെടുക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഇവരെടുക്കുന്ന ഏത് നിലപാടുണ്ടെങ്കിലും അത് ജമാഅത്തെ ഇസ്ലാമി വെള്ളപൂശാനുള്ള നിലപാടായിരിക്കും. ആ മാധ്യമ പ്രവർത്തകർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി വെള്ളപൂശാനുള്ള നിലപാടെടുക്കും. ഇല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പൈസ തൊള്ളയിലോട്ട് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നിലപാട് ചിലപ്പോൾ മാറ്റിപ്പറയും. അങ്ങനെ മാറ്റിപ്പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകരാണ് അരുൺകുമാർ എന്ന് പറയുന്നത്. 24 ചാനലിൽ പുഷ്പം പ്രകാശൻ്റെ കൂടെ നിന്ന് അടവ് നയങ്ങളെല്ലാം പഠിച്ചെടുക്കുമ്പോൾ നമ്മുടെ മൊട്ടയുടെ ഒരു ശൈലി എന്ന് പറയുന്നത് മരമുറി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, വയനാട് മരമുറി, ആൻറ്റോ അഗസ്റ്റിൻ എന്ന് പറയുന്നത് കാട്ടുകള്ളനാണ്. എന്നാൽ ആൻറ്റോ അഗസ്റ്റിൻ 10 ലക്ഷം രൂപ കൊടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ആൻറ്റോ അഗസ്റ്റിനാണ് ദൈവം എന്നുള്ള നിലപാടിലേക്ക് നമ്മുടെ അരുൺകുമാർ മാറി. പക്ഷേ ബേസിക്കലി ഹീസ് ആൻ എത്തിസ്റ്റ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് പൈസ കൊടുത്താൽ അത് മാറ്റി പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇങ്ങനെ എല്ലാ മാധ്യമ പ്രവർത്തകരുടെ നിലപാടും നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ ബിഗ് ടി വിയിൽ പോയിരിക്കുന്ന അപർണ കുറുപ്പുണ്ടല്ലോ, ന്യൂസ് 18 ഇരിക്കുമ്പോൾ അപർണ കുറുപ്പിനെ കുറിച്ച് ഞാനൊരു വാർത്ത ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത വാർത്ത എന്ന് പറയുന്നത് അപർണ കുറുപ്പ് ഇത്തവണ നരേന്ദ്രമോദി വന്നാൽ ഞാൻ കാഷായമെടുത്ത്, അതായത് കാവി വസ്ത്രം ധരിച്ച് വാർത്ത വായിക്കും എന്നുള്ളതാണ്. പിന്നെ മോദി വന്നു, പിന്നെ അപർണക്കുറുപ്പിൻ്റെ പൊടി പോലും കാണാനില്ല എന്നുള്ളതായിരുന്നു. പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങനെ വാർത്ത വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നാൽ നന്നായി. അങ്ങനെ പല 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 മാധ്യമ പ്രവർത്തകരുടെ എല്ലാവരുടെയും ഇവർ കമ്മ്യൂണിസ്റ്റാണ്, ഇവർ കോൺഗ്രസ് ആണ്, ഇവർ BJP ആണ് എന്നുള്ള സകല കാര്യങ്ങളും നമുക്കറിയാം. അപ്പോൾ ഈ മാധ്യമ പ്രവർത്തകരെ എല്ലാം അങ്ങനെ ഹ്യൂജായിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ റിപ്പോർട്ടറിൽ ഇരിക്കുന്ന സുജയ പാർവതി ഇവിടെ വന്നിട്ട് അവിടെ ഇരുന്നെന്താണോ പറയുന്നത് അത് ഇവിടെ കാണിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്ത് പുതുമയായിരിക്കും എന്നുള്ളൊരു സ്ഥലത്താണ് മലയാളത്തിൻ്റെ ജെയിംസ് കാമറൂണായിട്ടുള്ള നമ്മുടെ അനിൽ എയ്യൂർ സാർ എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരാതിരിക്കില്ല എന്നെനിക്ക് തോന്നിയത്. കാരണം അനിൽ എയ്യൂർ സാറാണല്ലോ എല്ലാ ചാനലുകളെയും പിടിച്ചുയർത്തിയത്. അങ്ങനെ അനിൽ എയ്യൂർ സാർ പുതുമ കൊണ്ടുവരുമെന്ന് നോക്കിയിരുന്നപ്പോഴാണ് ദാണ്ടടാ വരുന്നു റിപ്പോർട്ടർ ചാനൽ അതുപോലെ കോപ്പി അടിച്ച് വെച്ചിരിക്കണം, ഒരു മാറ്റവും ഇല്ല. അങ്ങനെ ഒരു ചാനൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന് ഒരു പേര് മാത്രം മാറ്റമുണ്ട്, ബിഗ് ടി വി. അതും റിപ്പോർട്ടറിൻ്റെ അതേ ഫോണ്ടിലും കാര്യങ്ങളും എഴുതി വെച്ചിരിക്കുകയാണ് ബിഗ് ടി വി എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിലെന്താണ് മാറ്റമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ടറിലിരിക്കുന്ന സുജയ പാർവതി ഇങ്ങോട്ട് വന്നു, അതാണ് ഇതിൽ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. പിന്നെ വേറെ കുറേ മാധ്യമപ്രവർത്തകർ ഇങ്ങോട്ട് വന്നു. മാതൃഭൂമിയിൽ നിന്നും പീഡനാരോപണം നേരിട്ട നമ്മുടെ വേണു ബാലകൃഷ്ണൻ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നു. പക്ഷേ പുള്ളിക്കാരൻ ഒരിക്കലും നമ്മുടെ പുഷ്പൻ പ്രകാശിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടി കളിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ജോഷി കുര്യൻ, ഏഷ്യാനെറ്റിൻ്റെ പ്രൊഡക്റ്റാണ് ജോഷി കുര്യൻ. ഏഷ്യാനെറ്റിന് ഒരു പാരമ്പര്യമുണ്ട്, ഏഷ്യാനെറ്റിന് കൃത്യമായിട്ടൊരു വാർത്താ അവതരണ ശൈലിയുണ്ട്. ഒരിക്കലും ആ വാർത്താ അവതരണ ശൈലിയിൽ നിന്നും ഒരു കോമാളിയാവാൻ ജോഷി കുര്യന് സാധിക്കാത്തത് കൊണ്ട് തന്നെ ജോഷി കുര്യൻ്റെ വാർത്ത ചതഞ്ഞാണ് ജോഷി കുര്യൻ വാർത്ത അവതരിപ്പിക്കുന്നത്. എവനെയൊക്കെ പിടിച്ച് മാറ്റടാ എന്ന് നാട്ടുകാർ പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. കാരണം ജോഷി കുര്യൻ്റെ വാർത്താ അവതരണം കൊള്ളില്ല, പച്ചക്കങ്ങ് പറയല്ല, കൊള്ളില്ല, വെറും കൂറയാണ് ജോഷി കുര്യൻ്റെ വാർത്താ അവതരണം. ഈ ജോഷി കുര്യൻ്റെ വാർത്താ അവതരണത്തെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും അടക്കം ഇങ്ങനെ നിരന്തരം തത്തി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തത്തിക്കളിച്ച് നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് കുറ്റിയും പറിച്ച് എല്ലാം കൂടെ ഹൈദരാബാദ് പോയിരിക്കുകയാണ്. ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞല്ലേ ഇവർ എടുത്തത് എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥയൊക്കെ എന്തായിരുന്നാലും നമ്മുടെ നികേഷ് കുമാറിൻ്റെ കൂടെ നമ്മുടെ കൊത്തൻ്റെ കയ്യാളായിട്ട് നടന്ന നമ്മുടെ ഹൈഡ്രോളി ഉണ്ടല്ലോ, ഇപ്പോൾ സിനിമാക്കാരുടെ കൂടെയാണ് നടക്കുന്നത്. ഹൈഡ്രോളി നിരന്തരം ബിഗ് ടി വിയെക്കുറിച്ച് വാർത്ത ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറകിൽ മിക്കവാറും പല ശുദ്ധശക്തികളും ആയിരിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നു. എന്തായാലും ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ബിഗ് ടി വിയെക്കുറിച്ച് കറങ്ങി നടക്കുന്ന ഒരു പോസ്റ്റാണ്. അത് വാട്സപ്പിലും കറങ്ങി നടക്കുന്നുണ്ട്, ഫേസ്ബുക്കിലും കറങ്ങി നടക്കുന്നുണ്ട്. പക്ഷേ ഈ പോസ്റ്റിന് തന്തയില്ല എന്നുള്ളതാണ്. അതായത് ഈ പോസ്റ്റ് ആരാണ് ഇട്ടത് എന്നറിയില്ല. പക്ഷേ ഈ പോസ്റ്റിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ പോസ്റ്റ് എന്തൊക്കെ സത്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ആ പോസ്റ്റ് ഞാൻ പങ്കുവയ്ക്കാം. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: IPL താരലേലത്തെ പോലെ വൻ ശമ്പളം നൽകി മാധ്യമപ്രവർത്തകരെ എത്തിച്ചു, പക്ഷേ സ്ക്രീനിൽ തിളക്കമില്ല. തുടക്കത്തിൽ തന്നെ പ്രതീക്ഷ തെറ്റിച്ച് ബിഗ് ടി വി. മാനേജ്മെൻറ്റ് ശൈലിയിലും സംരക്ഷണ നിലവാരത്തിലും വിമർശനം. അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ഗുമ്മ് തോന്നിക്കുന്നില്ല, ഒരു 4Kയോ HD അങ്ങനെയൊക്കെ ഇട്ട് വരുന്ന ഒരു രസം തോന്നിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് കാണാനായിട്ട് പഴയ ദൂരദർശൻ പോലെ ഇരിക്കുന്നു എന്ന് മാത്രമേ
എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ബിഗ് ടി വിയെ കണ്ടപ്പോഴും അങ്ങനെയാണ് നമുക്ക് കാണുമ്പോൾ ഒരു ഗുമ്മ് തോന്നുന്നത്, ഹായ് കൊള്ളാം എന്ന് പറഞ്ഞ് ഗുമ്മ് തോന്നണേ. ഇത് പഴയ ദൂരദർശൻ പോലെയാണ് ഇരിക്കുന്നത്. എന്തായാലും ബ്രേക്കിംഗ് പോലും ഇല്ല, അതും പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അകത്തളത്തിൽ അതൃപ്തിയും ആശങ്കയും. IPL താരലേലത്തിന് സമാനമായി വൻതുക നൽകി മാധ്യമപ്രവർത്തകരെ കുത്തിനിറച്ചും ഏറെ പ്രതീക്ഷകൾ ഉയർത്തിയും സംപ്രേഷണം ആരംഭിച്ചിട്ടും തുടക്കത്തിലെ ശോഭിക്കാനാവാതെ ബിഗ് ടി വി. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ശോഭിക്കാൻ കഴിയാത്തതുകൊണ്ട് ജെയിംസ് കാമറൂണായിട്ടുള്ള രാജമൗലിയായിട്ടുള്ള നമ്മുടെ അനിൽ എയ്യൂർ സാറാണോ സുജയ പാർവതിയെ മേക്കപ്പില്ലാതെ ഇറക്കി വിട്ടത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം മേക്കപ്പില്ലാതെ സുജയ പാർവതിയെ കണ്ടാൽ അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടും. നമ്മുടെ ഈ ബോഡി ഷേമിങ് അതിൽ അതീവ തൽപരരായിട്ടുള്ള നമ്മുടെ പ്രബുദ്ധരായിട്ടുള്ള നമ്മുടെ പല ആൾക്കാരും ചാടി വീഴുമെന്ന് ഇയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ അതൊരു വാർത്തയായി 10 പേര് അങ്ങനെയെങ്കിലും ബിഗ് ടി വി അറിയട്ടെ എന്ന് അദ്ദേഹത്തിന് തോന്നിക്കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും മലയാളത്തിലെ ഏറ്റവും പുതിയ വാർത്താ ചാനലായ ബിഗ് ടി വി പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് ഉയരാത്തത് ചാനലിലെ ജീവനക്കാർക്കിടയിലും നിരാശ പടർത്തിയിട്ടുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. വൻ ഓഫർ കണ്ട് ചാടിയ പല മാധ്യമ പ്രവർത്തകരിലും പലരും തീരുമാനം തെറ്റിയോ എന്ന സംശയത്തിലാണ്. അവതാരകരുടെ കോസ്റ്റ്യൂമും മേക്കപ്പ് മുതൽ സംരക്ഷണ നിലവാരം മുതൽ എല്ലാത്തിലും പ്രതീക്ഷയുടെ 7 എഴുത്ത് പോലും എത്താൻ കഴിയാത്തത് മാധ്യമ പ്രവർത്തകർക്കിടയിൽ തന്നെ നിരാശ പടരാൻ കാരണമായിട്ടുണ്ട്. മുൻനിര അവതാരകർ ഉൾപ്പെടെ എല്ലാവരും നിരാശരാണെന്ന് ബിഗ് ടി വി പ്രവർത്തകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രവർത്തനത്തിലെ പോരായ്മകൾക്കിടയിൽ ചാനലിൻ്റെ ഫൗണ്ടർ ഡയറക്ടറായിട്ടുള്ള അനിൽ എയ്യൂരിൻ്റെ പ്രവർത്തന ശൈലിയിലും ജീവനക്കാർക്കിടയിൽ അതൃപ്തിയുണ്ട് എന്നുള്ളതാണ്. അടുപ്പമുള്ള ജീവനക്കാരുടെ പ്രവർത്തന വീഴ്ച ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഡെസ്ക് ചീഫുമാരോട് മോശമായി സംസാരിച്ചതാണ് അതൃപ്തിക്ക് വഴിവച്ചിരിക്കുന്നത്. നേരിട്ട് വിളിച്ച് ശാസിച്ചതിന് പുറമെ വാട്സപ്പ് ഗ്രൂപ്പിലും അനിൽ എയ്യൂർ സന്ദേശങ്ങളിട്ടത് മുതിർന്ന ജീവനക്കാരുടെ ആത്മവീര്യം തകരാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. താഴെയുള്ള ജീവനക്കാരെ ശകാരിക്കാൻ പോകുന്നവരെ പിരിച്ചുവിടുമെന്നും പിരിച്ചുവിടുന്നതിന് പ്രശ്നമൊന്നുമില്ലെന്നും 2 മാസത്തെ ശമ്പളം തരണമെന്നേ ഉള്ളൂവെന്നും അനിൽ എയ്യൂരിൻ്റെ സന്ദേശമെത്തി. ഇത് ന്യൂസ് ഡെസ്കിലും ബ്യൂറോയിലും ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് കടുത്ത ആഘാതമായി. മിണ്ടിയാൽ പിരിച്ചുവിടുമെന്ന് പറഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുന്ന രീതി മേധാവിയുടെ സ്ഥിരം ശൈലിയാണെന്ന് പറയപ്പെടുന്നു. മുൻപ് പ്രവർത്തിച്ചിരുന്ന ചാനലുകളിലും സമാനമായ നിരവധി സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ജീവനക്കാർക്ക് ഓഹരി നൽകുമെന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ച് തുടങ്ങിയ ശേഷം തുടക്കത്തിൽ തന്നെ പിരിച്ചുവിടുമെന്ന സന്ദേശം ഇട്ടതോടെ പല മാധ്യമപ്രവർത്തകരും ചാട്ടം പിഴച്ചെന്ന സങ്കടത്തിലാണ്. ചിലരൊക്കെ വന്ന ചാനലിലേക്ക് മടങ്ങിപ്പോകുന്നതിനെക്കുറിച്ചും ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. കുത്തനെയുള്ള ശമ്പള സ്കെയിലായതിനാൽ ഇതേ ശമ്പളത്തിൽ പോകാനും കഴിയാത്ത പ്രതിസന്ധിയുണ്ട്. നോട്ടീസ് പീരീഡ് പോലും പാലിക്കാതെ ഇറങ്ങിപ്പോയി പ്രതിസന്ധിയിലായതിനാൽ നേരത്തെ ജോലി ചെയ്ത ചാനലുകൾ തിരിച്ചെടുക്കാനും സാധ്യതയില്ല. ഇതോടെ കെണിയിൽ വീണ അനുഭവത്തിലാണ് ബിഗ് ടി വിയിലെ മാധ്യമപ്രവർത്തകർ. വൻതുക നൽകി വിവിധ ചാനലുകളിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ എത്തിച്ചെങ്കിലും അവരെ മികച്ച രീതിയിൽ ഏകോപിപ്പിക്കാനോ നല്ല തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കാനോ മാനേജ്മെൻറ്റിൻ്റെ നടപടിയും എടുക്കുന്നില്ലെന്നും വിമർശനമുണ്ട്. വാർത്താ ആസൂത്രണം നടക്കുന്ന ഇൻപുട്ട് വിഭാഗത്തിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള ജോഷി കുര്യൻ നേതൃത്വം നൽകുന്ന ടീം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ലെന്നും ചാനലിനുള്ളിൽ തന്നെ വിമർശനമുണ്ട്. വേറൊരു ചാനലാകില്ലെന്നും വാർത്താവതരണത്തിലും ഉള്ളടക്കത്തിലും ഒരുപോലെ ശ്രദ്ധിക്കുമെന്നും വാഗ്ദാനം ചെയ്താണ് ചാനൽ തുടങ്ങിയതെങ്കിലും സ്ക്രീനിൽ അതൊന്നും കാണാനില്ല. പ്രധാന അവതാരകർ 2 ബസ്സുകളിലായി സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലം തോറും പര്യടനം നടത്തുന്ന പരിപാടിയുടെ ചിത്രീകരണം പ്രൊഫഷണൽ ടെലിവിഷൻ ചിത്രീകരണത്തിൻ്റെ പരിസരത്ത് പോലും എത്തിയിട്ടില്ല. മികച്ച ക്യാമറമാൻമാരും സാങ്കേതിക പ്രവർത്തകരും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. വൻതുക നൽകി മാധ്യമപ്രവർത്തകരെ കൊണ്ടുവന്ന മാനേജ്മെൻറ്റ് ക്യാമറ വിഭാഗത്തിലും സാങ്കേതിക വിഭാഗത്തിലും വളരെ കുറഞ്ഞ ശമ്പളത്തിലാണ് നിയമനം നടത്തിയത്. ശമ്പളം കുറവായതുകൊണ്ട് തന്നെ മികച്ച ക്യാമറാമാൻമാരും ബിഗ് ടി വിയിലേക്ക് എത്തിയിട്ടില്ല. മാധ്യമപ്രവർത്തകർക്കായി ചെലവിട്ട അധിക തുക ക്യാമറാമാൻമാരിലും സാങ്കേതിക വിദഗ്ധരുടെ കാര്യത്തിലും ലഭിക്കാനുള്ള ബിഗ് ടി വിയുടെ ശ്രമമാണ് ഇതോടെ തിരിച്ചടിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് എഡിറ്റർ എന്ന വിശേഷണവുമായി ബിഗ് ടി വിയിലെ അമരത്തെത്തിയ സുജയ പാർവതിക്ക് റിപ്പോർട്ടർ ടി വിയിലെ പ്രകടനത്തിൻ്റെ 7 എഴുത്ത് പോലും എത്താനായിട്ടില്ല. ബിഗ് ടി വിയിലെ ഉടമ വിജയ് റെഡ്ഡി, ഫൗണ്ടിംഗ് ഡയറക്ടർ അനിൽ എയ്യൂരും അണിനിരുന്ന ലോഞ്ചിങ് ഷോയിൽ ഇംഗ്ലീഷ് പറഞ്ഞ് തപ്പിത്തടയുന്ന സുജയ പാർവതിയുടെ ദൃശ്യം അതീവ ദയനീയമായിരുന്നു. ജേർണലിസത്തിൽ മാസ്റ്റർ ബിരുദമുള്ള സുജയ പാർവതി ഇംഗ്ലീഷിൽ 2, 3, 4 വാക്കുകൾ പറയാൻ ബുദ്ധിമുട്ടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസത്തിനും ട്രോളിനും കാരണമായി. 2 വാക്ക് പറയാൻ തപ്പിത്തടയുന്നവരാണോ എ റഹീമിൻ്റെ ഇംഗ്ലീഷിനെ കുറ്റം പറയുന്നത് എന്നായിരുന്നു ട്രോൾ. സ്ക്രീനിലും പുറത്തെ റിപ്പോർട്ടിങ്ങിലും പഴയ ഊർജ്ജസ്വലത പ്രകടമാക്കാത്ത സുജയെ കാണുമ്പോൾ ബിഗ് ടി വിയിലെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാരം ചുമലിലുണ്ടെന്ന് തോന്നിക്കുന്നുണ്ട്. പഴയകാല കല്യാണങ്ങളുടെ മേക്കപ്പിനെ അനുസ്മരിക്കുന്ന മേക്കപ്പുമായിട്ടാണ് സുജയ സ്ക്രീനിൽ വരുന്നത്. മേക്കപ്പ് ചെയ്യുന്നവർക്ക് തൻ്റെ സ്കിൻ ടോൺ മനസ്സിലാകുന്നില്ല എന്നാണ് സുജയുടെ ന്യായീകരണം. എല്ലാ സീനിയോറിറ്റിയും മറികടന്ന് ചീഫ് എഡിറ്റർ സ്ഥാനത്തേക്ക് കടന്നിരിക്കാൻ മാനേജ്മെൻറ്റിലുള്ള സ്വാധീനം മതിയാകും. എന്നാൽ പ്രൊഫഷണലായി ചാനൽ നടത്തിക്കൊണ്ടു പോകുന്നതിന് അനുഭവ സമ്പത്ത് വേണമെന്ന് വ്യക്തമാക്കുന്നതാണ് സുജയുടെ ബിഗ് ടി വിയിലെ പെർഫോമൻസ് നൽകുന്ന പാഠം. ചാനലുകളുടെ കെട്ടും മട്ടും രൂപപ്പെടുത്തുന്നതിൽ നല്ല പ്രാവീണ്യമുണ്ടെന്ന് പറയുന്ന അനിൽ എയ്യൂർ ബിഗ് ടി വിയുടെ സ്ക്രീനിൽ ആ മാജിക് ആവർത്തിക്കാനായില്ല. ഒട്ടും ആകർഷണമല്ലാതെ സ്ക്രീനും ലേ ഔട്ടുമാണ് ഇപ്പോൾ ബിഗ് ടി വിക്കുള്ളത്. അത് തന്നെ റിപ്പോർട്ടർ ടി വിയുടെ 24 ഈച്ച കോപ്പിയാണ്. മൈക്ക് മുതൽ സ്ക്രീൻ വരെ എല്ലാം മറ്റെവിടത്തെയോ ആവർത്തനമാണെന്നാണ് ബിഗ് ടി വിയുടെ ന്യൂനത. റിപ്പോർട്ടർ റീലോഞ്ച് ചെയ്യുമ്പോൾ 24 അതേപടി പകർത്തിയ അനിൽ എയ്യൂർ പുതിയ സംരംഭത്തിൻ്റെ അതേ കോപ്പിയാണ് രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് വിമർശനം. ചാനലിൻ്റെ സംരക്ഷണത്തിൽ HD മികവ് കൊണ്ടുവരാനും ബിഗ് ടി വിക്കായിട്ടില്ല. ചാനലിൻ്റെ ബ്യൂറോകളുടെ സ്ഥിരതയും പരിതാപകരമാണ്. ലക്ഷങ്ങൾ ശമ്പളം നൽകി നിയമിച്ച റിപ്പോർട്ടർമാരിൽ ഒരാൾ പോലും സംരക്ഷണം ആരംഭിച്ച് ഒരാഴ്ചയായിട്ടും പുതിയ ന്യൂസ് ബ്രേക്കുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതാണ് ബിഗ് ടി വിയെക്കുറിച്ച് പ്രചരിക്കുന്ന ആ കുറിപ്പ് എന്ന് പറയുന്നത്. ഇതിലേറെക്കുറെയുള്ള കാര്യങ്ങൾ സത്യവുമാണെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പ്രധാനമായിട്ട്
പ്രധാനമായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞതല്ലോ, അതായത് നമ്മുടെ ചീഫ് എഡിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ചീഫ് എഡിറ്റർ എന്ന് പറയുന്നത് ഒരു ചാനലിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളാണ്. ഈ മാധ്യമ പ്രവർത്തകരുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മുടിഞ്ഞ ഈഗോ പിടിച്ച ഫീൽഡാണ്. എന്നെ കണ്ടപ്പോൾ അവൻ കാറി തുപ്പിക്കളഞ്ഞു, എന്നെ ഇങ്ങനെ നോക്കിക്കളഞ്ഞു. അവൻ സംഖ്യകളാണെങ്കിൽ പിന്നെ പറയേണ്ട, അടുപ്പിക്കൂല, ഏഴയിലെത്തും. കമ്മിയാണെങ്കിൽ പിന്നെ അപ്രമാദിത്വമാണ്. കമ്മിയായി കൊങ്ങിയായി പിന്നെ പുരോഗമനവാദമായി മറ്റതായി മറിച്ചതായി അങ്ങനെ ഒരു ഡെസ്കിനകത്ത് നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു സിനിമയല്ല, ഒരു മഹാഭാരതം എഴുതുക അത് വെച്ചുകൊണ്ട്. അങ്ങനത്തെ സംഭവങ്ങളാണ് ഒരു ഡെസ്കിനകത്ത് നടക്കുന്നത്. അതിനകത്ത് ഒന്നുമില്ല അത് നടക്കാത്തതായിട്ട്. ആടി പിടി ആക്രമം എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ സ്ക്രീനിൻ്റെ മുമ്പിൽ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് നമ്മുടെ ജഗതി ശ്രീകുമാർ ഒളിമ്പ്യൻ അന്തോണയാദത്തിൽ അമ്മച്ചേ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നവരെയാണ് മാധ്യമപ്രവർത്തകർ വരുന്നത് എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ബിഗ് ടി വി എന്ന് പറയുന്ന ഈ സംഭവത്തിൽ സുജയ പാർവതി കയറിയപ്പോഴേ ഞാൻ ആ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഇങ്ങനെ കയറരുത്. കാരണം സുജയ പാർവതിക്ക് വയസ്സ് വളരെ കുറവാണ്. ഒരുപാട് മൂക്കുമ്പോഴാണ് ഒരു ചീഫ് എഡിറ്റർ ആവാനായിട്ട് ഒരാൾക്ക് യോഗ്യത ലഭിക്കുന്നത്. അല്ലെങ്കിൽ വയസ്സുകൊണ്ടെങ്കിലും യോഗ്യത ലഭിക്കും. ഇപ്പോൾ തന്നെ അത് വന്ന് ചാടിപ്പിടിച്ച് ഇതെങ്ങാനും പൊളിഞ്ഞു പോയാൽ പിന്നെ എങ്ങോട്ട് പോകും? അതാണ് പ്രധാനപ്പെട്ട. വേണമെങ്കിൽ ജനൻ ടി വിയിലോട്ട് ചീഫ് എഡിറ്ററായിട്ട് വരാം. അവിടെ ഇപ്പോൾ പ്രദീപ് പിള്ള ഇരിക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മാറി തരുമെന്ന് അറിഞ്ഞുകൂടാം. അങ്ങനെ സുജയ പാർവതി ചീഫ് എഡിറ്ററായി കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതെങ്കിലും ചാനൽ ചീഫ് എഡിറ്ററായിട്ട് പോകാനായിട്ട് വേണം. ഏഷ്യാനെറ്റ് കയറ്റൂല, റിപ്പോർട്ടർ പിന്നെ കയറ്റൂല. ബിഗ് ടി വിക്കകത്ത് കയറിയിട്ട് മരമുറിയെക്കുറിച്ച് നല്ല താങ്ങിയിട്ടുണ്ട്. 24 നമ്മുടെ പുഷ്പം പ്രകാശം ഇരിക്കുന്നതുകൊണ്ട് പിന്നെ അങ്ങോട്ട് നോക്കേ വേണ്ട എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മാതൃഭൂമി മനോരമ നോക്കേ വേണ്ട. അവിടെ ജോണി ലൂക്കോസ് കോട്ടിൽ നിന്ന് ഇറങ്ങൂല, കുളിക്കുമ്പോൾ പോലും കോട്ടിട്ടാണ് കുളിക്കുന്നതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ചീഫ് എഡിറ്റർ പോസ്റ്റ് നോക്കണ്ട. പിന്നെ മീഡിയ ഫണ്ട് വേണമെങ്കിൽ ചിലപ്പോൾ അവിടെ കയറ്റാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന് ശ്രമിച്ചാൽ ചിലപ്പോൾ അവിടെ കയറാനായിട്ട് സാധിക്കും. കാരണം ഇങ്ങനെ എല്ലായിടത്തുനിന്നും പുറത്തായി നിൽക്കുന്ന ആൾക്കാരെയൊക്കെ അജണ്ടയുടെ ഭാഗമായിട്ട് അവരെടുക്കാറുണ്ടെന്നുള്ളതാണ്. പിന്നെ ജീവൻ ടി വി ഉണ്ട്, വന്നിടത്തോട്ട് തന്നെ തിരിച്ചു പോകുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും ബിഗ് ടി വി എന്ന് പറയുന്നത് ഇപ്പോൾ ശോഭിക്കുന്നില്ല. ഇനി വരും ദിവസത്തെ ശോഭിക്കുമെന്നറിയില്ല. വേറൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ചീഫ് എഡിറ്ററായിട്ട് ഇരിക്കുന്നത് നമ്മുടെ സുജയ പാർവതിയാണ്. ഏറ്റവും ടോപ്പാണ്. എല്ലാ സംഭവങ്ങളും എടുക്കേണ്ട ആളാണ്, അതായത് എല്ലാ തീരുമാനങ്ങളും എടുക്കേണ്ട ആളാണ്. പക്ഷേ ആ ചീഫ് എഡിറ്റർ സ്ക്രീനിൽ നിന്ന്, ഞാൻ സുജയ ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ പറയാണ്, അനിൽ എയ്രൂർ സാർ എന്ന് ഒരു വിധേയത്തോടു കൂടി വിളിക്കുമ്പോൾ ആ ചീഫ് എഡിറ്ററിൻ്റെ പവർ നമുക്ക് അങ്ങോട്ട് അറിയാനായിട്ട് പറ്റുന്നില്ല. ഒരു പവർ വേണമല്ലോ ചീഫ് എഡിറ്റർ ആയി കഴിഞ്ഞാൽ. മനോരമയിലെ ജോണി ലൂക്കോസിനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യാനെറ്റിൽ മുമ്പിരുന്ന രാധാകൃഷ്ണ സാറിനെ പോലെ, അങ്ങനെയൊക്കെ ഒരു പവർ വേണം. നമ്മുടെ മീഡിയ വണിൽ നേരത്തെ ഇരുന്ന CL തോമസ് സാറിനെ പോലെ. CL തോമസ് സാർ എന്നൊക്കെ പറഞ്ഞാൽ വിറപ്പിക്കുമായിരുന്നു. അങ്ങനെയുള്ളൊരു പവർ വേണം. അപ്പോൾ ആ ഒരു പവർ കിട്ടണം. ഇപ്പോൾ മാതൃഭൂമി ഇരിക്കുന്ന രാജീവ് ദേവരാജിന് പോലും ആ പവറില്ല. നേരത്തെ മാതൃഭൂമിയിൽ ഇരുന്ന ചീഫ് എഡിറ്റർ നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണനായിരുന്നു മാതൃഭൂമിയിൽ ചീഫ് എഡിറ്ററായിട്ടിരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. ആ ഉണ്ണി ബാലകൃഷ്ണന് ആ ഒരു പവർ ഉണ്ടായിരുന്നു. മുകളിൽ ശ്രേയാംസ് കുമാർ ഉണ്ടെങ്കിൽ പോലും ആ ഒരു പവർ ഉണ്ണി ബാലകൃഷ്ണന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പവർ കൊണ്ടുവരണം, എങ്കിലൊരു പഞ്ച് വരും. പിന്നെ എല്ലാ വാർത്തയും വായിക്കാനായിട്ട് ഇങ്ങനെ ചാടിപ്പടഞ്ഞ് എല്ലായിടത്തും ഇറങ്ങി ഒന്ന് പോകരുത്. ഒരു ചീഫ് എഡിറ്ററാണ്. ചീഫ് എഡിറ്ററുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ഇരിക്കുക, ആജ്ഞാപിക്കുക, അത് മാത്രമേ ഉള്ളൂ. കാരണം ചീഫ് എഡിറ്റർക്ക് എല്ലാം അറിയാം എന്നുള്ളതാണ് മാധ്യമ മേഖലയിലെ വെയ്പ്പെന്ന് പറയുന്നത്. ചീഫ് എഡിറ്റർക്ക് എല്ലാം അറിയാം. കാരണം ഒരു വാർത്ത എപ്പോൾ ബ്രേക്ക് ചെയ്യും, എങ്ങനെ ബ്രേക്ക് ചെയ്യും, ഇപ്പോൾ ഇറാനിൽ അമേരിക്ക അടിക്കുമോ ഇല്ലയോ, ഇന്ന് രാത്രിയോടെ എന്ത് സംഭവിക്കാം എന്നൊക്കെ ചില ചീഫ് എഡിറ്റർ പറഞ്ഞു കളയും. കാരണം അവരവരുടെ അത്രയും വലിയ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്ന കാര്യമാണ്. അത് സത്യവുമായിരിക്കും. കാരണം 19 വർഷത്തെ എക്സ്പീരിയൻസ് അവർക്കുണ്ട്. ഇതെല്ലാം കണ്ട് തഴമ്പിച്ചാണ് അവർ വരുന്നത്. അതുകൊണ്ട് ഒരു ജിയോ പൊളിറ്റിക്കലായിട്ടുള്ളൊരു ചോദ്യമൊക്കെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പറയും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സുജയ ചേച്ചി അവിടെ കിടന്ന് തപ്പി തടയുന്നത്. ബട്ട് വൈ എന്ന് പറഞ്ഞ് തപ്പി തടയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ നന്നാകായിരിക്കും. അപ്പോൾ ശരി.